മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിസംബർ 11 വരെ 682 കോടി രൂപയാണ് എത്തിയത്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സർക്കാർ നൽകിയിട്ടുള്ള കണക്കാണ് ഇത്. അപ്പോൾ ഇത്രയും കോടി രൂപ സർക്കാരിന് കിട്ടിയിട്ടും സർക്കാർ ഒരു മാങ്ങാണ്ടി പോലും വയനാട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഇവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ നിന്ന് പിന്നെയും പൈസ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ വീർപ്പുമുട്ടിയിരിക്കുകയാണ്. പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അവർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടവൻ്റെ ദുഃഖം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഏകദേശം 3 വാർഡുകളാണ് ഒലിച്ചു പോയിരിക്കുന്നത്. ഒരുപാട് പേര് വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തി 500 വീടുകൾ പണിയാനുള്ള പൈസ ഒക്കെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. 2018 പ്രളയം വന്നപ്പോഴും സർക്കാർ ഇത് തന്നെ ചെയ്തത്. അവർ പിരിച്ചെടുത്തത് 4000 കോടി രൂപയാണ്. പക്ഷേ ഈ 4000 കോടി രൂപയ്ക്ക് അവരെന്ത് ചെയ്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. ആ പൈസ പ്രസ്ഥാനത്തിൻ്റെ മൂലധന സമാഹാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഈ ഇത്രയും കോടി രൂപ കൈ കിട്ടിയിട്ട് എന്താ ചെയ്തത്? ഈ പൈസ സർക്കാർ എന്തിനാണ് ഉപയോഗിച്ചത്? അതൊരു ചോദ്യമാണ്. പ്രളയക്കെടുതിയൊക്കെ വരുമ്പോൾ സർക്കാർ കൈനീട്ടും. അത് അവരുടെ ചെലവിന് വേണ്ടിയിട്ടുള്ള കൈനീട്ടലാണെന്നുള്ള പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് വയനാട്ടിൽ ഒരു പുനരധിവാസവും നടക്കാത്തത്.